റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തന്റെ വഴിക്ക് കിട്ടില്ല എന്നത് കണ്ടതോടെ പുടിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിന് ഭ്രാന്താണ്, അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന രൂക്ഷമായ വിമർശനമാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് മേൽ ഞങ്ങൾ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും വിജയിക്കുമെന്നുമുള്ള ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്ക് ശേഷമാണ് ഉക്രൈനെതിരെ റഷ്യ കൂടുതൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ റഷ്യയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയ അമേരിക്ക ഫോണിൽ പുടിനുമായി സംസാരിക്കുകയും എന്നാൽ പുടിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കേണ്ടി വരികയും പുതിയ റഷ്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരികയായിരുന്നു അമേരിക്കക്കുണ്ടായിരുന്നത്. പുടിനും ട്രംപിനുമിടയിൽ സൗഹൃദമുണ്ടെന്നും ഇരുവരും അടുക്കുന്നു എന്നുമുള്ള ചർച്ചകളും പറഞ്ഞു കേട്ടു. അതിനിടെയാണ് ഉക്രൈനിൽ അമേരിക്കൻ പദ്ധതികൾ ഒന്നും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നതും ട്രംപിൻ്റെ രോഷപ്രകടനം ഉണ്ടായിരിക്കുന്നതും. റഷ്യയെ നിലക്ക് നിർത്താൻ കടുത്ത ഉപരോധം മാത്രമേ ഇനി മുൻപിലുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഉക്രൈനിൽ നടക്കുന്ന ആക്രമണത്തിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് US ആലോചിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ പ്രതികരണം. ഉക്രൈനെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള ഏതൊരു ശ്രമവും റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ റഷ്യ US ബന്ധം കൂടുതൽ മോശമായി. പുടിനുമായി എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് എന്തോ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അയാളൊരു ഭ്രാന്തനായി അനാവശ്യമായി ആളുകളെ കൊല്ലുകയാണ്. ഞാൻ സൈനികരെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഉക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുകയാണ് റഷ്യ. ഉക്രൈൻ്റെ ഒരു ഭാഗം മാത്രമല്ല, മറിച്ച് ഉക്രൈൻ മുഴുവനായി കീഴടക്കാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുടിൻ അങ്ങനെ ചെയ്താൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കും. പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനല്ല. അദ്ദേഹം ധാരാളം ആളുകളെ കൊല്ലുകയാണ്. പുടിൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഉക്രൈൻ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച ആളുകളെ കൊല്ലുകയാണ് അയാൾ. എനിക്കതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. സെലൻസ്കിയുടെ സംസാര രീതി ശരിയല്ലെന്നായിരുന്നു ട്രംപിൻ്റെ വിമർശനം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എനിക്കതും ഇഷ്ടപ്പെടുന്നില്ല. അത് നിർത്തുന്നതാണ് നല്ലത്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു US പ്രസിഡന്റെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. യുദ്ധം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് സെലൻസ്കിയുടെയും പുടിൻ്റെയും ബൈഡൻ്റെയും യുദ്ധമാണ്, ട്രംപിൻ്റെ യുദ്ധമല്ല എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഏതായിരുന്നാലും ട്രംപിൻ്റെ ഈ പരാമർശം ജിയോ പൊളിറ്റിക്സിൽ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാക്കുന്നത്.